Hi friends, welcome back to Zairas Easy Cooking. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ടിക്ക എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് ഞാൻ ഇത് ഇവിടെ തയ്യാറാക്കുന്നത്. ചിക്കൻ ടിക്ക എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് വേണ്ടി എടുക്കാൻ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ആണ് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങന്റെ പകുതിയും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഇത് നല്ല ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് കൈവച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തത്. ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്തെടുക്കാൻ. ചിക്കൻ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു കാപ്സിക്കവും ഒരു സവാളയും ഒരു തക്കാളിയും സ്ക്വയർ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിൽ നമുക്ക് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഇപ്പം നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ നമുക്കിതിന് മാറ്റി വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ. ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ക്യൂർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഈ സ്ക്യൂർ ഈ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. ചിക്കൻ ഇവിടെ ഇപ്പം 5 മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് തന്നെ ഒരു സ്ക്വയറിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് കോർത്തെടുക്കാം. ചിക്കൻ്റെ ഇടയിലായിട്ട് വെജിറ്റബിൾസും കൂടി ഒന്ന് കോർത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഈ ചിക്കൻ്റെ കൂടെ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഒരു ചിക്കനും കാപ്സിക്കം തക്കാളി ഉള്ളി അങ്ങനെ ഇതായിട്ടാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇവിടെ ഇപ്പം കോർത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ട്രേൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ ആണ് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായാൽ ഇതിലേക്ക് ചിക്കൻ്റെ സ്ക്യൂർ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ തീയിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. ഇത് തിരിച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വുഡിൻ്റെ സ്ക്യൂർ ആയതുകൊണ്ട് നമുക്ക് കയ്യിനെ കൊണ്ട് തന്നെ ഇത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ഈ സ്ക്യൂർ അധികം ചൂടൊന്നും ഉണ്ടാകില്ല.
15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ ടിക്ക ഇവിടെ ഇപ്പം ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ടിക്കയ്ക്ക്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ ചിക്കൻ ടിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.